ഹലോ ഐഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ മക്കൾ എല്ലാവരും EVS അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ EVSൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ സിലബസ് മാറിയതാണ് മിസ്സേ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ കഴിഞ്ഞ വർഷവും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലായിടത്തും നമുക്ക് കാണുന്ന ഒരു ടോപ്പിക്കാണ് ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്തായിരിക്കും ഉത്തരം പറയുന്നുണ്ടാവുക? ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട് അല്ലെ മിസ്, സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പിക്ചർ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നോക്കിയേ നിങ്ങൾ, ഇവിടെ ഒരു കുളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുളത്തിന്റെ കരയിലായിട്ട് നിങ്ങളെ പോലെയുള്ള കുറെ കുട്ടികളെ കാണുന്നുണ്ട് അല്ലെ. അണ്ണാരക്കണ്ണനെയും ഒരുപാട് കിളികളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. ഇതാ നമ്മുടെ എന്താണ് ചെടികളും അതുപോലെ മീനുകളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആമയെ കാണുന്നുണ്ട് അല്ലെ. ഒരുപാട് കല്ലുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. കല്ലിന്റെ പുറത്തൊക്കെ ഓരോ അല്ലെ പാറക്കല്ലിന്റെ ഒക്കെ മുകളിലായിട്ടുള്ള പലതരത്തിലുള്ള കാഴ്ചകൾ, തവളയൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഒരുപാട് ജീവികൾ ഇവിടെ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഇക്കോസിസ്റ്റം ആണ്, ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാവരും ജീവനുള്ള ആളുകളാണോ? അപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെ പറഞ്ഞു അല്ലെ, ഇവിടെ കാണുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ പറഞ്ഞു, എല്ലാത്തിനും ജീവനുണ്ടോ? ഇതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. യെസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കിളികളാവട്ടെ, നിങ്ങളെ പോലെയുള്ള മക്കളാവട്ടെ അല്ലെ, ഈ പറയുന്ന തവളയാവട്ടെ, ആമയാവട്ടെ, ഒരുപാട് ആളുകൾക്ക് എന്താണ് ജീവനുണ്ട് അല്ലെ. ഈ ജീവനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവിയ ഘടകങ്ങൾ. സോ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ജീവിയ ഘടകങ്ങൾ അഥവാ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളെ പോലെ ജീവനുള്ള എല്ലാവരെയും അല്ലെ, ചെടികൾ ഉൾപ്പെടെ എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവിയ ഘടകങ്ങളാണ്. ഇനി ഇതിന്റെ നേരെ അപ്പുറത്തുള്ള ഒരു കൂട്ടരാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ അബയോട്ടിക് ഫാക്ടേഴ്സ്? ഫ്രണ്ടിൽ ഒരു ലെറ്റർ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ അല്ലെ, പക്ഷെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്താണ്? നേരത്തെ ലിവിങ് തിങ്സ് ആയിരുന്നെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലെ, ജീവൻ ഇല്ലാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അജീവീയ ഘടകങ്ങൾ അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മളിപ്പോ ഈ പറഞ്ഞ കുളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വാട്ടർ, നമ്മുടെ വെള്ളം എന്താണ്? ഒരു അബയോട്ടിക് ഫാക്ടർ ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? യെസ്, നമുക്കറിയാം അവിടെയുള്ള ജീവിക്കുന്ന എല്ലാത്തിനും, ജീവനുള്ള എല്ലാത്തിനും എന്താണ് ഈ പറയുന്ന പോലെ ശ്വസിക്കാൻ അല്ലെ വായു വേണ്ടേ. അപ്പൊ എയർ, വായു എന്ന് പറയുന്നത് പക്ഷെ എന്താണ്? അബയോട്ടിക് ഫാക്ടർ ആണ്, അജീവീയ ഘടകമാണ്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ള സോയിൽ അല്ലെ, ഈ പറയുന്ന എന്താണ്? മണ്ണാവട്ടെ, പാറയാവട്ടെ, സൺലൈറ്റ് ഉണ്ടാവും അല്ലെ, സൂര്യപ്രകാശം ഉണ്ടാവും, ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ അജീവീയ ഘടകങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു പിക്ചറിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട് അല്ലെ. ജീവനുള്ള ആളുകളുണ്ട്, ജീവനില്ലാത്ത ആളുകളുണ്ട്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നമുക്കറിയാം ഇവിടെ നമ്മൾ കാണുന്നില്ലെങ്കിലും എയർ, വായു അവിടെ ഉണ്ട്. വെള്ളം പിന്നെ നമ്മൾ കാണുന്നുണ്ട്. മണ്ണിലാണ് ഈ കുളം അല്ലെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും അവിടെ തന്നെയാണ്. കല്ലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സൂര്യപ്രകാശം അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ട്. കൂട്ടത്തിൽ ജീവനുള്ള ഒരുപാട് ആളുകളും അവിടെ ഉണ്ട്. സോ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും അവിടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? നിലനിന്ന് പോകുന്നത് അല്ലെ. ജീവനുള്ളവരും ജീവനില്ലാത്തവയും, ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും എന്ത് ചെയ്യാണ്? പരസ്പരം ആശ്രയിച്ചിട്ട് അല്ലെ, ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ജീവിക്കുകയാണ്. അപ്പൊ ജീവിക്കുന്ന ഒരു പ്രത്യേക പ്രദേശത്തെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ദ സിസ്റ്റം ഓർ പ്ലേസ്, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് മക്കൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്, എന്താണ്? The system or place where biotic and abiotic factors are depend on each other is called ecosystem. അഥവാ എന്താണ്? ആവാസ വ്യവസ്ഥ അല്ലെ. ജീവിയ ഘടകങ്ങൾ പരസ്പരം ആശ്രയിക്കുന്ന ആ ഒരു പ്രത്യേക പ്രദേശത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ പറയുന്ന ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് വിളിക്കാം. നമ്മളിപ്പോ കണ്ടിട്ടുള്ള കുളമാവട്ടെ, കുന്നുകളാവട്ടെ, കാടുകളാവട്ടെ അല്ലെ, വയലുകളാവട്ടെ, അതല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ നിർമ്മിക്കുന്ന അക്വേറിയംസ് ആയിക്കോട്ടെ, എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇക്കോസിസ്റ്റം
അഥവാ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പല തരത്തിൽ ഈ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, നശിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ജീവിക്കുന്നതും ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുന്നുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുന്നുകൾ ഇടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വയലുകൾ, നമ്മൾ ഒരുപാട് കീടനാശിനികൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പുഴയാവട്ടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മലിനീകരണപ്പെടുത്തുന്നുണ്ട് പല രീതിയിൽ. അപ്പൊ ഈ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇന്ന് പല രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ എഫക്ട് ചെയ്യുന്നത് ആരെയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരെയും അല്ലെ. ലിവിങ് തിങ്സ്, നമ്മൾ പറഞ്ഞ ബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലേ, ജീവിയ ഘടകം ഇല്ലേ, ആ ജീവിയ ഘടകങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന അബയോട്ടിക് ഫാക്ടേഴ്സ് അജീവിയ ഘടകങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ തന്നെ ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, തടയാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ എല്ലാ ഇക്കോസിസ്റ്റവും ആവാസ വ്യവസ്ഥയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യരുണ്ട് അല്ലെ. അപ്പൊ മനുഷ്യർക്ക് മറ്റുള്ള എല്ലാത്തിന്റെയും കൂടെ അവയൊക്കെ ഒപ്പം ഇരുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഇനിയും കൂടുതലായിട്ട് തന്നെ നമുക്ക് പഠിക്കണമെന്നുണ്ട്. കാരണം ഇതൊക്കെ എക്സാമിന് പല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാണ ബാച്ചിന്റെ കാര്യം മക്കൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതുവരെ മക്കൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാണ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ചാപ്റ്റർ പഠിക്കണം. ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് അതിന്റെ എക്സാം എഴുതണം. അതിന്റെ ഈ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആൻസർ കീ നമുക്ക് നോക്കണം അല്ലെ. ഒരുപാട് എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ക്ലാസ്സുകളൊക്കെ കിട്ടി അടിപൊളിയായിട്ട് വേണം നമ്മുടെ ആദ്യത്തെ എക്സാം ഒക്കെ നമുക്ക് എഴുതാനായിട്ട്. ഈ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല കേട്ടോ, എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനുണ്ട്. LSS ഉണ്ട്. LSSന് നമുക്കറിയാം, ആ LSS എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ അത് വേണം നമുക്ക് അല്ലെ, അത് വേണം നമ്മൾ ആദ്യം നേടിയെടുക്കാനായിട്ട്. സോ പ്രാണ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.